ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്. സോ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് നമ്മൾ എന്തായാലും അടുത്ത സെമ്മിൽ കോർ പേപ്പറായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു ഓവർവ്യൂ മാത്രമാണ് ഈ സബ്ജക്റ്റിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്. അപ്പോൾ എന്താണ് ഡെറിവേറ്റീവ്സ് എന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ശരിയൊരു കോൺട്രാക്റ്റാണ്. സോ എ ഡെറിവേറ്റീവ് ഇസ് എ ഫിനാൻഷ്യൽ കോൺട്രാക്ട് ബിറ്റ്വീൻ ടു ഓർ മോർ പാർട്ടീസ് whose the value is derived from the future value of underlying asset. അപ്പോൾ രണ്ടാൾക്കാർ തമ്മിലൊരു കോൺട്രാക്റ്റ് തന്നെയാണ് ഡെറിവേറ്റീവ്സ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കോൺട്രാക്റ്റിൻ്റെ വാല്യൂ ഫ്യൂച്ചർ അണ്ടർലൈങ് അസറ്റിൽ നിന്നാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അണ്ടർലൈങ് അസറ്റിൻ്റെ മേലിൽ നിന്നാണ് എന്ത് ചെയ്യുന്നുണ്ടാവുന്നത്, ആ കോൺട്രാക്റ്റിൻ്റെ വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്തൊക്കെയാണ് അണ്ടർലൈങ് അസറ്റ്സുകൾ നോക്കാം. സോ ഇക്വിറ്റി ഒരു അണ്ടർലൈങ് അസറ്റ് ആവാം, ബോണ്ട് ആവാം, ദെൻ നോട്ട് ആവാം, കറൻസീസ് ആവാം, ഈവൻ നമുക്ക് പറയാം ഇൻഡെക്സ് ആവാം. ഇൻഡെക്സ് മീൻസ് നിഫ്റ്റി 50, നിഫ്റ്റി അതുപോലെ സെൻസസ് 30s, ഇതൊക്കെ എന്താണ് ഇൻഡെക്സുകളാവും. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു അണ്ടർലൈങ് അസറ്റായിട്ട് കണക്കാക്കാൻ പറ്റും. സോ വെൻ ദി പ്രൈസ് ഓഫ് അണ്ടർലൈങ് അസറ്റ് ചേഞ്ച് ദ വാല്യൂ ഓഫ് ഡെറിവേറ്റീവ്സ് ഓൾസോ ചേഞ്ച്. അപ്പോൾ അണ്ടർലൈങ് അസറ്റിൻ്റെ വാല്യൂ മാറുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ ഡെറിവേറ്റീവിൻ്റെ കോൺട്രാക്റ്റിൻ്റെ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. സോ the value of gold futures contract is derived from the underlying asset gold. അതായത് ഗോൾഡ് എന്ന ഫ്യൂച്ചർ കോൺട്രാക്റ്റിൻ്റെ വാല്യൂ ഡിറൈവ് ചെയ്യുന്ന വിധമാണ് അണ്ടർലൈങ് അസറ്റായ ഗോൾഡിൽ നിന്ന് തന്നെയാണ്. സോ അപ്പോൾ എന്തൊക്കെയാണ് ഡെറിവേറ്റീവ്സ് കോൺട്രാക്റ്റിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. അപ്പോൾ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൽ മെയിൻലി എത്ര ഉണ്ട്, ഫ്യൂച്ചർ ഉണ്ട്, ഫോർവേഡ് ഉണ്ട്, അതുപോലെ ഓപ്ഷൻ കോൺട്രാക്റ്റ് ഉണ്ട്, സ്വാപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് മെയിൻലി നമുക്കൊരു 4 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് പറയാം. ഫ്യൂച്ചർ, ഫോർവേഡ്, ഓപ്ഷൻ, സ്വാപ്പ് എന്ന് പറയാം. ഓൾ ട്രാൻസാക്ഷൻ ഇൻ ഡെറിവേറ്റീവ്സ് ആർ ടേക്കിൻ ദി ഫ്യൂച്ചർ ഡേറ്റ്. അപ്പോൾ എല്ലാ ഫ്യൂച്ചർ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ എല്ലാ ഡെറിവേറ്റീവ്സ് കോൺട്രാക്റ്റുകളും നടക്കുന്ന എന്ത് ഡേറ്റിലാണ്, ഫ്യൂച്ചർ ഡേറ്റിലാണ്. സ്പോട്ട് പ്രൈസിൽ അല്ലെങ്കിൽ പ്രസൻറ്റ് ടൈമിനല്ല അത് എക്സിക്യൂഷൻ ഉണ്ടാവുക, ഫ്യൂച്ചർ പീരീഡിലാണ് എക്സിക്യൂഷൻസ് ഉണ്ടാവുന്നത്. So derivatives have standardized terms due to change it has to lower counterparty risk. അപ്പോൾ ഡെറിവേറ്റീവ്സിൽ നമ്മൾ ഫോർവേഡ് വെച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും പറയുകയാണെങ്കിൽ ഫ്യൂച്ചർ, അതുപോലെ തന്നെ സ്വാപ്പ്, ദെൻ ഓപ്ഷൻസ്. സോ ഈ 3 കാര്യങ്ങൾ പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് കൗണ്ടർ പാർട്ടി റിസ്ക് ഒഴിവാക്കാൻ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് ഡെറിവേറ്റീവ് കോൺട്രാക്റ്റ്. എന്ത് കാരണം, സ്റ്റാൻഡേർഡൈസ് ആയതുകൊണ്ട്. അപ്പോൾ ഡെറിവേറ്റീവ് കോൺട്രാക്ട്സുകളൊക്കെ എന്താണ്, സ്റ്റാൻഡേർഡ് ടേംസിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ കൗണ്ടർ പാർട്ടി റിസ്ക് വളരെയധികം കുറവാണ്. ദെൻ മറ്റൊരു ഫീച്ചർ തന്നെയാണ് ലോ ട്രാൻസാക്ഷൻ കോസ്റ്റ്. സോ നമ്മളൊരു ഡെറിവേറ്റീവ് കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് വി ഡോണ്ട് നീഡ് ടു പേ ഫുൾ എമൗണ്ട്. വാട്ട് വി നീഡ് ടു പേ ജസ്റ്റ് ദി മാർജിനൽ എമൗണ്ട്. അപ്പോൾ മാർജിനൽ എമൗണ്ട് കൊടുത്താൽ മാത്രം മതി നമുക്കൊരു ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു ഡെറിവേറ്റീവ്സ് കോൺട്രാക്റ്റ്, ഒരു ഉദാഹരണം ഒരു 500 ഇക്വിറ്റി ഷെയർസിൻ്റെ നമ്മളൊരു ഡെറിവേറ്റീവ് കോൺട്രാക്റ്റ് എടുക്കുകയാണെങ്കിൽ 500 ഇക്വിറ്റിൻ്റെ എത്രയാണ് എമൗണ്ട്, അതിൻ്റെ 10% മാർജിനൽ എമൗണ്ട് മാത്രം എന്ത് ചെയ്താൽ മതി, ആദ്യം ഇനീഷ്യൽ പേയ്മെൻ്റ് ആയിട്ട് നൽകിയാൽ മതി ആ ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടിയിട്ട്. ദെൻ ഇറ്റ് ലീഡ്സ് ടു മോർ ലിക്വിഡിറ്റി. അപ്പോൾ മാർജിനൽ എമൗണ്ട് കൊടുത്താൽ മാത്രം മതിയായതുകൊണ്ട് തന്നെ അധികം ആൾക്കാർ എന്ത് ചെയ്യും, ഡെറിവേറ്റീവ് കോൺട്രാക്ട്സിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി വരും. കാരണം കുറഞ്ഞ പൈസക്ക് ട്രാൻസാക്ഷൻ നടത്താൻ പറ്റുന്നുണ്ട്. ദെൻ ദ വാല്യൂ ഓഫ് അണ്ടർലൈങ് അസറ്റ് ചേഞ്ച്, ദ വാല്യൂ ഓഫ് ഡെറിവേറ്റീവ്സ് ഓൾസോ ചേഞ്ച്. അപ്പോൾ ഡെറിവേറ്റീവ്സ് ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയാൻ കാരണം നമ്മൾ അസറ്റിൽ ഉണ്ടാകുന്ന മാറ്റം ഡെറിവേറ്റീവ്സിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. ദെൻ അപ്പോൾ ആരൊക്കെയാണ് ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൽ മാർക്കറ്റ് പ്ലെയർ ആയിട്ട് വരുന്നത് നമുക്ക് പറയാം. ഫസ്റ്റത്തെ ആളാണ് ഹെഡ്ജർ. ഹെഡ്ജർ എന്ന് പറഞ്ഞാൽ അയാൾ ഒരു ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെട്ടിട്ട് അയാളുടെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആളാണെങ്കിൽ അയാളെ പറയുന്ന പേരാണ് ഹെഡ്ജർ എന്ന് പറഞ്ഞാൽ. ഹെഡ്ജർ ഈസ് ദ പൊസിഷൻ ടേക്കിംഗ് ഇൻ ദ ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച് ഫോർ ദി പർപ്പസ് ഓഫ് റെഡ്യൂസിങ് ദി റിസ്ക്. അപ്പോൾ എ പേഴ്സൺ ഹൂ ടേക്ക് സച്ച് പൊസിഷൻ ഈസ് കോൾഡ് ഹെഡ്ജർ. അപ്പോൾ ഒരു ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ആൾ അയാളുടെ റിസ്ക് കുറയ്ക്കാൻ വരുന്ന ആളാണെങ്കിൽ അയാളെ പറയുന്ന പേരാണ് ഹെഡ്ജർ എന്ന് പറയും. ദെൻ സ്പെക്കുലേറ്റർ. സ്പെക്കുലേറ്റർ മീൻസ് എന്താ വെച്ചാൽ ഊഹം വെച്ചിട്ട് നമ്മൾ
കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടി നമ്മൾ വിചാരിക്കും ഓക്കെ നാളെ ആ സെക്യൂരിറ്റീൻ്റെ വില കുറയും എന്ന് വെച്ചിട്ട് നമ്മൾ ഇന്ന് ആ സെക്യൂരിറ്റി വിൽക്കുക, അതല്ലെങ്കിൽ നാളെ ആ സെക്യൂരിറ്റീൻ്റെ വില കൂടുമെന്ന് വെച്ചിട്ട് നമ്മൾ വിചാരിച്ചിട്ട് ഇവിടെ അസംഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പർച്ചേസ് ചെയ്യണം, അത് കീപ്പ് ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് സ്പെക്കുലേറ്റർ. എ സ്പെക്കുലേറ്റർ മേ ബി ഡിഫൈൻ ആസ് എ ഇൻവെസ്റ്റർ who willing to take risk by taking derivatives position with expectation to earn profit. അപ്പോൾ പ്രോഫിറ്റ് നേടാൻ വേണ്ടിയിട്ട് മാത്രം ഊഹം വെച്ചിട്ട് അയാൾ ട്രേഡ് ചെയ്യുന്ന ആളാണ് സ്പെക്കുലേറ്റർ എന്ന് പറയുന്നത്. ദെൻ ആർബിട്രേജർ. ആർബിട്രേജ് എന്ന് വെച്ചാൽ അയാൾ ഒരു മാർക്കറ്റിൽ നിന്ന് എന്ത് ചെയ്യുകയാണ്, ഒരു സെക്യൂരിറ്റി വാങ്ങിയിട്ട് മറ്റൊരു മാർക്കറ്റിൽ അത് കൊണ്ടുപോയിട്ട് വിൽക്കുകയാണ്. അപ്പോൾ ഹീ ഈസ് ബൈയിങ് ദി സെക്യൂരിറ്റീസ് ഫ്രം ദി ലോവർ പ്രൈസ്ഡ് മാർക്കറ്റ് ആൻഡ് സെല്ലിങ് ദോസ് സെക്യൂരിറ്റീസ് ഇൻ ദി ഹയർ പ്രൈസ് മാർക്കറ്റ്. അപ്പോൾ അയാളെ പേരാണ് ആർബിട്രേജർ എന്ന് പറയും. അടുത്തത് നമ്മൾ നോക്കുന്നത് OTC മാർക്കറ്റ്, അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ട്രേഡ് ഡെറിവേറ്റീവ്സ്. അപ്പോൾ രണ്ട് തരത്തിലുള്ള ഡെറിവേറ്റീവ്സാണ്. ഒന്ന് OTC ഡെറിവേറ്റീവ്സ് ഉണ്ട്, എക്സ്ചേഞ്ച് ട്രേഡ് ഡെറിവേറ്റീവ്സ് ഉണ്ട്. അപ്പോൾ എന്താണ് OTC എന്ന് പറഞ്ഞാൽ? OTC എന്ന് പറഞ്ഞാൽ ഓവർ ദി കൗണ്ടർ. അപ്പോൾ നമ്മൾ ഔട്ട്സൈഡ് എക്സ്ചേഞ്ചിന് പുറത്ത് വേണ്ടി ചെയ്യുന്ന കോൺട്രാക്ട്സുകളാണ് OTC കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. നമ്മളൊരിക്കലും ഡയറക്റ്റായിട്ട് എക്സ്ചേഞ്ചിൽ ചെന്നിട്ട് നമ്മൾ ട്രാൻസാക്ഷൻസ് നടത്തുന്നില്ല. അതിന് പകരം ഒരു ഇൻഡിവിജ്വൽ മറ്റൊരു ഇൻഡിവിജ്വലിനെ പേഴ്സണലി കണ്ടിട്ട് ഒരു പ്രൈവറ്റ് എഗ്രിമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് OTC കൗണ്ടർ എന്ന് പറയുന്നത്. സോ ഇവിടെ പറയുന്നത് എക്സ്ചേഞ്ച് ഓഫ് ട്രേഡ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് or derivatives directly between two parties without going through any exchange or intermediary. അപ്പോൾ നമ്മളൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ഇൻ്റർമീഡിയറ്ററി ഉണ്ടാവില്ല, മധ്യസ്ഥ ഒരാൾ ഉണ്ടാവില്ല. പകരം നമ്മൾ ഡയറക്റ്റായിട്ട് ബയ്യറും സെല്ലറും മീറ്റ് ചെയ്യുക, അവരെ കോൺട്രാക്ട് ട്രാൻസാക്ഷൻസൊക്കെ ക്രിയേറ്റ് ചെയ്യാം. സോ അതിന് ഫീച്ചേഴ്സ് എന്ന് നോക്കാം. ദ കോൺട്രാക്ട് ബിറ്റ്വീൻ ടു പാർട്ടീസ് ആർ പ്രൈവറ്റ്ലി നെഗോസിയേറ്റഡ്. അപ്പോൾ അവർ തമ്മിൽ എന്ത് ചെയ്തോളും, പേഴ്സണലി കണ്ടിട്ട് പേഴ്സണൽ ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ സാറ്റിസ്ഫൈ ചെയ്യണം. ദെൻ ദ കോൺട്രാക്ട് ക്യാൻ ബി ടൈലർ മെയ്ഡ്. അതായത് രണ്ട് പേർക്കും എന്ത് ചെയ്യാം, അവർക്ക് അവരെ ഇഷ്ടം പോലെ ആ കോൺട്രാക്ട്സുകൾ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ദെൻ സോ ദി ഓവർ ദി കൗണ്ടർ മാർക്കറ്റ് എന്താണ്, അൺകൺട്രോൾഡ് ആണ്, അൺറെഗുലേറ്റഡ് ആണ് ആൻഡ് ഹാവിങ് വെരി ഫ്യൂ ലോസ്. ഇവിടെ കാര്യമായിട്ട് പറഞ്ഞു വെച്ചാൽ നമ്മൾ മാർക്കറ്റിൽ ഒരു ഇൻ്റർമീഡിയേറ്റർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ കൺട്രോൾഡ് അല്ല. അതുപോലെ തന്നെ ഇവിടുത്തെ ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ ടൈലർ മെയ്ഡാണ്. ദെൻ റെഗുലേറ്റഡ് അല്ല എന്ന് പറയാൻ കാരണം ഇവിടെ സെബീൻ്റെ ഇൻ്റർവെൻഷൻസ് ഉണ്ടാവില്ല. ദെൻ നമ്മുടെ RBIൻ്റെ ഇൻ്റർവെൻഷൻസ് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോൾ ഒരാൾക്ക് നഷ്ടം വന്നു കഴിഞ്ഞാൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനോ അതല്ലെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് കോടതിയിൽ പോയി കണ്ട് വാദിക്കാനോ പറ്റില്ല. ദെൻ അടുത്തതാണ് എക്സ്ചേഞ്ച് ട്രേഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറയും. അപ്പോൾ ദോസ് ഡെറിവേറ്റീവ്സ് ഇൻസ്ട്രുമെൻറ്റ് ദാറ്റ് ആർ ട്രേഡഡ് സ്പെഷ്യലൈസ്ഡ് ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച് ഓ എക്സ്ചേഞ്ച്. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ തന്നെ MCX, NSDL, അതുപോലെ NSE, BSE എന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സുകൾ ട്രേഡ് ചെയ്യാൻ പറ്റും. എ ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച് ഈസ് എ മാർക്കറ്റ് വിത്ത് ഇൻഡിവിജ്വൽ ട്രേഡ് standardized contract that has been defined by the exchange. അപ്പോൾ ഒരു ഡെറിവേറ്റീവ് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ട്രേഡ് ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൽ മാർക്കറ്റിലെ അവിടുത്തെ കോൺട്രാക്റ്റുകളൊക്കെ ഡിഫൈൻ ചെയ്യുന്നത് നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് തന്നെയാണ്. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഡിഫൈൻ ചെയ്യുന്ന കോൺട്രാക്റ്റുകൾ എപ്പോഴും എങ്ങനെയായിരിക്കും, ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലുള്ളതായിരിക്കും. അവിടെ ക്വാളിറ്റി, പ്രൈസ്, ക്വാണ്ടിറ്റി ഒക്കെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും കറക്റ്റായിട്ട് തന്നെ. ദെൻ നമ്മളെ എക്സ്ചേഞ്ച് ട്രേഡ് ഡെറിവേറ്റീവ്സിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെ നോക്കാം. ഫസ്റ്റത്തെ ഫീച്ചർ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡൈസേഷനാണ്. സ്റ്റാൻഡേർഡൈസേഷൻ ഓഫ് കോൺട്രാക്റ്റ്. ദെൻ എലിമിനേഷൻ ഓഫ് ഡിഫോൾട്ട്. ഡിഫോൾട്ട് മീൻസ് ഒരാൾ മറ്റൊരാളായിട്ടും കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടുന്ന സമയത്ത് മറ്റൊരാൾ പറയുകയാണ് ആ കോൺട്രാക്റ്റ് അയാൾ ഫുൾഫിൽ ചെയ്യുന്നില്ല, അതാണ് ഡിഫോൾട്ട് റിസ്ക് എന്ന്. അപ്പോൾ ആ ഡിഫോൾട്ട് റിസ്ക് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്ചേഞ്ച് ബോർഡ് ഒഴിവാക്കുന്നുണ്ട്. എന്തായാലും കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെട്ട ആൾക്കാർ എന്ത് ചെയ്യണം, അവരുടെ ഡ്യൂട്ടീസ് വർക്കൗട്ട് ചെയ്യേണ്ടത് നിർബന്ധമാണ്. ദെൻ ട്രാൻസ്പെറൻസി. എല്ലാ ആൾക്കാർക്കും കറക്റ്റായിട്ടുള്ള പ്രൈസ് ഇൻഫർമേഷൻസ് കിട്ടുന്നതാണ്. അപ്പോൾ അവിടെ ഒരു കള്ളത്തരം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇവിടെ എന്ത് കാരണം, ഇവിടെ നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ സെബി ഉണ്ടായത് കൊണ്ട് തന്നെ
there is no hidden activities. Then mark to മാർക്കറ്റ് ഫീച്ചർ, ഡെയിലി ഉണ്ടാവുന്ന ചേഞ്ചസ് സ്റ്റോക്കിലോ അല്ലെങ്കിൽ ഡെറിവേറ്റീവ്സിലോ ഉണ്ടാവുന്ന ഡെയിലി ചേഞ്ചസ്, ഡെയിലി പ്രൈസ് ചേഞ്ചസുകളൊക്കെ എന്ത് ചെയ്യും, അപ്പം തന്നെ അത് മാർക്ക് ടു ഫീച്ചർ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. മാർജിൻ എമൗണ്ട് കൂട്ടുകയോ അതല്ലെങ്കിൽ കുറയ്ക്കുകയോ ചെയ്യുന്നതോട് നമ്മുടെ ഡിഫോൾട്ടിങ് റിസ്ക് ഇവിടെ എന്തുണ്ട്, എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഫങ്ഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്. അപ്പോൾ എന്തൊക്കെയാണ് ഫങ്ഷൻസ് നോക്കാം. ഫസ്റ്റ് ഇതാണ് മാനേജ്മെൻറ്റ് ഓഫ് റിസ്ക്. അപ്പോൾ യൂഷ്വലി ഒരു പ്രൊഡ്യൂസർ ആയാലും അതുപോലെ സപ്ലയർ ആയാലും അതല്ലെങ്കിൽ കൺസ്യൂമർ ആയാലും ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് മാർക്കറ്റിലേക്ക് വരുന്നത് തന്നെ ദേ വാണ്ട് ടു റെഡ്യൂസ് ദി റിസ്ക് ഓഫ് ചില ആൾക്കാർക്ക്. ഇപ്പോൾ ഫാർമർ ആണെങ്കിൽ അയാളുടെ റിസ്ക് എന്ന് വെച്ചാൽ 3 മാസം കഴിഞ്ഞിട്ട് അയാളുടെ കമ്മോഡിറ്റി വിറ്റ് പോകണം. അപ്പോൾ സെയിൽസിൻ്റെ അല്ലെങ്കിൽ സപ്ലൈൻ്റെ റിസ്ക്കാണ് അയാൾ നോക്കുന്നത്. മറ്റൊരാൾ അത് അല്ലെങ്കിൽ ഇയാൾ വേറെ കാര്യം നോക്കുന്നുണ്ട്, പ്രൈസ് റിസ്ക്. അപ്പോൾ ഇതൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ എന്ത് ചെയ്യുന്നത്, ഡെറിവേറ്റീവ്സ് കോൺട്രാക്റ്റിലേക്ക് വരുന്നത്. പിന്നെ അടുത്ത കേസ് എഫിഷ്യൻസി ഇൻ ട്രേഡിങ്. സോ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സും സെല്ലേഴ്സും ആയതുകൊണ്ട് തന്നെ നല്ലൊരു എഫിഷ്യൻറ്റ് മാർക്കറ്റാണ് ഡെറിവേറ്റീവ് മാർക്കറ്റ്. ദെൻ സ്പെക്കുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വി ജസ്റ്റ് ഫോർകാസ്റ്റിംഗ് ദി ഫ്യൂച്ചർ പ്രൈസ് ഓഫ് ദി സെക്യൂരിറ്റീസ്. അപ്പോൾ നമ്മളൊരു ഉദാഹരണം, ഇപ്പോൾ ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ പോയിട്ടുണ്ട്, സ്റ്റോക്ക് വാങ്ങുകയാണ്. ഞാൻ വിചാരിച്ചു ഈ സ്റ്റോക്കിൻ്റെ വില, ഇപ്പോൾ ACC സിമെൻറ്റിൻ്റെ സ്റ്റോക്കിൻ്റെ വില ഇപ്പം 1000 രൂപയാണ് വിചാരിച്ചു. ഞാൻ ഒരു ഊഹം വെച്ചിട്ട് എന്തോറും മേ ബി ഇറ്റ് വിൽ ഗോസ് ഡൗൺ. ഞാൻ സ്പെക്കുലേറ്റ് ചെയ്തു ഇറ്റ് മേ ബി ഗോസ് ഡൗൺ ആഫ്റ്റർ 2 months 800 rupees. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യും, ഞാനൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ട് ഞാൻ ഇപ്പോൾ 3 മാസം കഴിഞ്ഞാൽ ACC സ്റ്റോക്ക് 1000 രൂപയ്ക്ക് വിൽക്കാമെന്നൊരു കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെട്ടു. അത് എൻ്റെ ചിന്താഗതി എന്താണ്, ഇറ്റ് വിൽ ഗോസ് ഡൗൺ ദി 800 rupees. അപ്പോൾ ആ ചിന്താഗതി വെച്ച് ഇറങ്ങുന്നതാണ് സ്പെക്കുലേഷൻ എന്ന് പറയുന്നത്. ഊഹം വെച്ചിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്നതിനാണ് സ്പെക്കുലേഷൻ എന്ന് പറയുന്നത്. ദെൻ അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ പ്രൈസ് ഡിസ്കവർ ചെയ്യണം. സോ ഡെറിവേറ്റീവ് മാർക്കറ്റ് കാരണം നമുക്ക് ഭാവിയിലെ പ്രൈസ് കണ്ടെത്താൻ സഹായിക്കും. ഇപ്പോൾ ഇത് യൂഷ്വലി കിടക്കുന്നത് കമ്മോഡിറ്റി മാർക്കറ്റിലൊക്കെ തന്നെയാണ്. അതായത് നമ്മൾ ഒരു വീറ്റ് ഉണ്ട് വിചാരിച്ചോളൂ. അപ്പോൾ ആ വീറ്റിന് 3 വർഷം കഴിഞ്ഞാൽ 3 മാസം കഴിഞ്ഞാൽ അതിന് എത്ര രൂപയാവും നമുക്ക് എങ്ങനെ മനസ്സിലാക്കും? ഒരു ഡെറിവേറ്റീവ് മാർക്കറ്റിൽ അതിൻ്റെ 3 മാസത്തേക്കുള്ള കോൺട്രാക്റ്റിൻ്റെ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ മതി നമുക്ക് ആ വീറ്റിന് 3 മാസം കഴിഞ്ഞാൽ എത്ര രൂപയാവും എന്ന് മനസ്സിലാക്കാൻ. സോ ഇറ്റ് ഹെൽപ്പ് ടു ഡിസ്കവർ ദി പ്രൈസ്. ദെൻ പ്രൈസ് സ്റ്റെബിലൈസേഷൻ ഫങ്ഷൻ. അതായത് നമ്മളെ കമ്മോഡിറ്റീസിൻ്റെയൊക്കെ അതല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ ആയാൽ തന്നെ അതിൻ്റെ പ്രൈസ് വിലോട്ടിലിറ്റി ഈ കൂടെ കുറേ ഉണ്ടല്ലോ. അപ്പോൾ അത് കുറയ്ക്കാൻ എന്ത് ചെയ്യും, നമ്മളെ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിന് സാധിക്കുന്നുണ്ട്. ദെൻ റെഡ്യൂസ് ദി മാർക്കറ്റ് ട്രാൻസാക്ഷൻ കോസ്റ്റ്. ഇപ്പോൾ ട്രാൻസാക്ഷൻ കോസ്റ്റ് എങ്ങനെയുണ്ട്, കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞു ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടുന്ന സമയത്ത് വി ഡോണ്ട് നീഡ് ടു പേ ദ ഫുൾ എമൗണ്ട്, വി ജസ്റ്റ് നീഡ് ടു പേ ദി marginal amount for the transactions. Then types of derivatives. നമുക്ക് 3 തരത്തിൽ അല്ലെങ്കിൽ 4 തരത്തിലുള്ള ഡെറിവേറ്റീവ്സ് കാര്യങ്ങൾ പറയാം. നമുക്ക് 4 ഒരു ഡെറിവേറ്റീവ് കോൺട്രാക്ട്സുകൾ ഉണ്ട് തന്നെ പറയും. കാരണം നമ്മൾ 3 സ്പെസിഫൈ ചെയ്യുന്നത് വെച്ചാൽ ഈ ഫോർവേഡ് കോൺട്രാക്റ്റ് സ്റ്റാൻഡേർഡൈസ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തതാണ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ്. വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഓക്കെ. ദെൻ ഫസ്റ്റത്തെ മെത്തേഡാണ് അല്ലെങ്കിൽ ഫസ്റ്റത്തെ ഒരു ഡെറിവേറ്റീവ് കോൺട്രാക്റ്റാണ് ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറയും. സോ ഫോർവേഡ് കോൺട്രാക്റ്റ് മീൻസ് എ ഫോർവേഡ് കോൺട്രാക്റ്റ് ഇൻ വിച്ച് വൺ പാർട്ടി കമ്മിറ്റ് ടു ബൈ ആൻഡ് ദി അതർ പാർട്ടി കമ്മിറ്റ് ടു സെൽ സ്പെസിഫിക് ക്വാണ്ടിറ്റി of an agreed upon of asset for the predetermined price at a specific date in the future. അപ്പോൾ ഒരാൾ വാങ്ങാമെന്ന് കമ്മിറ്റ് ചെയ്തു, മറ്റൊരാൾ വിൽക്കാമെന്ന് കമ്മിറ്റഡ് ചെയ്തു. ഒരു സ്പെസിഫിക് കമ്മോഡിറ്റി അത് സ്പെസിഫിക് ക്വാളിറ്റിക്ക് അതുപോലെ തന്നെ ഒരു പ്രീ ഡിറ്റർമിൻ പ്രൈസിന് നമ്മൾ എന്ത് ചെയ്യുക, ഫ്യൂച്ചർ ഡേറ്റിൽ വിൽക്കുകയും വാങ്ങാമെന്നൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതാണ് ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൻ്റെ ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ദ കസ്റ്റമൈസ്ഡ് കോൺട്രാക്റ്റ് ആണ് ഇൻ ദി സെൻസ് ദാറ്റ് ദ ടേംസ് ഓഫ് കോൺട്രാക്ട്സ് ആർ എഗ്രീഡ് ബൈ ദി ഇൻഡിവിജ്വൽ പാർട്ടീസ്, ഹെൻസ് ഇറ്റ് ഈസ് ടേക്ക് പ്ലേസ് ദി OTC മാർക്കറ്റ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഒരു ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു A എന്നൊരാളും B എന്നൊരാളും ഒരു കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടുകയാണ്.
അവർ പറഞ്ഞു ഞാൻ എൻ്റെ കയ്യിലുള്ള വീറ്റ് 3 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വിൽക്കാമെന്ന് പറഞ്ഞു. സോ ആ പറയുന്ന സമയത്ത് ഞാൻ വിൽക്കാനും തയ്യാറായി. അത് വാങ്ങാൻ വന്ന ആൾ അതൊരു ബിസ്ക്കറ്റ് കമ്പനീൻ്റെ ആളാണെങ്കിൽ അവരും അതിലേക്ക് സമ്മതപ്പെട്ടു. ഞാൻ പറഞ്ഞു ഒരു 1000 കിൻഡൽ സാധനം അല്ലെങ്കിൽ വീറ്റ് തരാം. അപ്പോൾ അവരും പറഞ്ഞു 1000 കിൻഡലിൻ്റെ സാധനത്തിന് ഞാൻ ഒരു പെർ കിൻഡൽ 500 രൂപ വെച്ച് തരാമെന്ന് കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെട്ടു. സോ 3 മാസം കഴിഞ്ഞാൽ അയാൾ എനിക്ക് എന്ത് തരണം? ഈ 1000 കിൻഡലിന് 500 രൂപ വെച്ച് തരണം. മീൻസ് ഓരോ കിൻഡലിന് 500 രൂപ വെച്ച് 1000 ഇൻറ്റു 500 രൂപ എനിക്ക് തരണം. അപ്പം ഞാൻ എന്ത് ചെയ്യണം? അതിലേക്കുള്ള 1000 കിൻഡൽ വീറ്റ് എന്ത് ചെയ്യണം? ആ ബിസ്ക്കറ്റ് മാനുഫാക്ചർക്ക് നൽകണം. ഇത് നടക്കുന്നത് ഒരു ഔട്ട്സൈഡാണ്, അല്ലെങ്കിൽ ഇത് നടക്കുന്ന ഒരു OTC മാർക്കറ്റിലായതുകൊണ്ട് തന്നെ ഇവിടെ മീഡിയേറ്ററും അതല്ലെങ്കിൽ മധ്യസ്ഥം നിൽക്കാൻ ആരൊന്നുമില്ല. അപ്പോൾ അതിൽ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പാർട്ടിക്ക് എന്താകാം? ഒരു കൗണ്ടർ പാർട്ടി റിസ്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതായത് ഏത് പാർട്ടിക്കും എപ്പോൾ വേണമെങ്കിലും ആ കോൺട്രാക്റ്റിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതൊരു പ്രോബ്ലം തന്നെയാണ്. സോ അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം, ഒരു ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൻ്റെ. സോ 2 ആൾക്കാർ അതിൽ 2 പാർട്ടീസാണ്. ഫാർമറും ഉണ്ട്, ബ്രെഡ് മേക്കറും ഉണ്ട്. അപ്പോൾ ഫാർമർ പറഞ്ഞു 3 മാസം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീറ്റ് നിങ്ങൾക്ക് വിൽക്കാം, 500 kg വിൽക്കാം. പെർ kgക്ക് എത്ര വേണം? 40 രൂപ വേണം. അപ്പോൾ ഈ എഗ്രിമെൻ്റ് എന്ത് ചെയ്തു? ബ്രെഡ് മേക്കർ അക്സെപ്റ്റ് ചെയ്തു. 3 മാസം കഴിഞ്ഞ് എന്തുണ്ടാവും? ഈ ബ്രെഡ് മേക്കർ 500 കിലോ വീറ്റിന് 40 വെച്ചിട്ട് 20,000 രൂപ ഫാർമർക്ക് നൽകണം. ആ സമയത്ത് ഫാർമർ എന്ത് ചെയ്യണം? 500 kg വീറ്റ് ബ്രെഡ് മേക്കർക്ക് നൽകണം. ഇതൊരു സിമ്പിളായിട്ടുള്ള ഫോർവേഡ് കോൺട്രാക്റ്റിൻ്റെ എക്സാമ്പിളാണ്. ദെൻ എന്തൊക്കെ റിസ്ക്കുകളാണ് ഫോർവേഡ് കോൺട്രാക്റ്റിൽ ഉള്ളത്? അപ്പോൾ നോക്കാം. ഫസ്റ്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് റിസ്ക് എന്ന് പറയും. സോ ക്രെഡിറ്റ് റിസ്ക് എന്ന് വെച്ചാൽ ഡസ് ദ അതർ പാർട്ടി ഹാവ് ദി മീൻ ടു പേ. അതായത് നമ്മളിപ്പോൾ ഒരാളായിട്ട് എഗ്രിമെൻറ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പോലും ആ സമയമാകുമ്പോൾ 3 മാസം കഴിഞ്ഞാൽ മൂന്നാമത്തെ മാസം അത് ആ കോൺട്രാക്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആ പാർട്ടിക്ക് ആ കോൺട്രാക്റ്റ് നൽകേണ്ട എമൗണ്ട്, ഇപ്പോൾ ഒരു ഉദാഹരണം 20,000 രൂപയാണ് കഴിഞ്ഞ കോൺട്രാക്റ്റിലും പറഞ്ഞു, ആ 20,000 രൂപ നൽകാൻ കഴിയണം. കഴിഞ്ഞില്ലെങ്കിൽ എന്ത് പറയും? ക്രെഡിറ്റ് റിസ്ക് എന്ന് പറയും. യു ഡോണ്ട് ഹാവ് എനി എമൗണ്ട് ടു പേ ഫോർ ദി കോൺട്രാക്റ്റ് എക്സസൈസ്. അത് കഴിഞ്ഞാൽ ഓപ്പറേഷൻ റിസ്ക്. വിൽ ദ അതർ പാർട്ടി മേക്ക് ദി ഡെലിവറി. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഫാർമർക്ക് 3 മാസം കഴിഞ്ഞിട്ട് 500 കിൻഡൽ അല്ലെങ്കിൽ 500 കിലോ വീറ്റ് നൽകാൻ പറ്റുമോ? ഈ 2 റിസ്ക് പ്രശ്നമാണ്. ദ ലിക്വിഡിറ്റി റിസ്ക്. ഇൻ കേസ് either party want to opt out of the contract, how to find the another counterparty. ഇതൊരു റിസ്ക് തന്നെ. അതായത് 3 മാസം കഴിഞ്ഞ് 2 പാർട്ടിക്കാർക്ക് എന്ത് വേണ്ട? ഈ കോൺട്രാക്റ്റ് നടക്കണം താല്പര്യമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളെ വേറെ ആരെ നമ്മൾ കണ്ടെത്തും? ബയ്യറായിട്ടും സെല്ലറായിട്ടും. അപ്പോൾ അതൊരു റിസ്ക്കാണ്. അപ്പോൾ ഈ 3 റിസ്ക്കാണ് ഫോർവേഡ് കോൺട്രാക്റ്റിൽ മെയിൻലി വരുന്നത്. ഈ റിസ്കിനെ പറയുന്ന പേരാണ് കൗണ്ടർ പാർട്ടി റിസ്ക് എന്ന് പറയും. അപ്പോൾ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിലെ ബേസിക് ആയിട്ടുള്ള ടെർമിനോളജികൾ എന്തൊക്കെയെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ കേസാണ് ലോങ് പൊസിഷൻ. ലോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ എന്നാണ്. ഷോർട്ട് പൊസിഷൻ എന്ന് പറഞ്ഞാൽ വി സെല്ല്. ദെൻ സ്പോട്ട് പ്രൈസ് പറഞ്ഞാൽ പ്രൈസ് ഓഫ് ദി അസറ്റ് ഇൻ ദി സ്പോട്ട് മാർക്കറ്റ്. അപ്പോൾ കറണ്ടായിട്ട് ആ അസറ്റ് സെല്ല് ചെയ്യുന്ന പ്രൈസാണ് സ്പോട്ട് പ്രൈസ് എന്ന് പറയുന്നത്. ദെൻ ഡെലിവറി അല്ലെങ്കിൽ ഫോർവേഡ് പ്രൈസ്. പ്രൈസ് ഓഫ് അസറ്റ് ഡെലിവറി അറ്റ് ഡെലിവേർഡ് ഡേറ്റ്. ദി പ്രൈസ് ഓഫ് അസറ്റ് അറ്റ് ദി ഡെലിവറി ഡേറ്റ്. അതാണ് ഫോർവേഡ് പ്രൈസ് എന്ന് പറയുക. ദെൻ അടുത്തതാണ് ഫോർവേഡ് കഴിഞ്ഞാൽ അടുത്തൊരു ഇൻസ്ട്രുമെൻ്റാണ് ഫ്യൂച്ചർ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയും. സോ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഈ ഫോർവേഡ് കോൺട്രാക്റ്റിനെ എന്ത് ചെയ്തു? സ്റ്റാൻഡേർഡൈസ് ഫോമിലേക്ക് കൊണ്ടുവന്നു. സോ സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്നത് വേണം? വി നീഡ് ഓർഗനൈസ്ഡ് എക്സ്ചേഞ്ച്. അപ്പോൾ എന്തൊക്കെയാണ് സ്റ്റാൻഡേർഡൈസേഷൻ? അപ്പോൾ ഓർഗനൈസ്ഡ് എക്സ്ചേഞ്ച് എന്ത് ചെയ്യും? ഡിഫൈൻ ചെയ്യും സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ദി കോൺട്രാക്റ്റ്. അപ്പോൾ ആ കോൺട്രാക്റ്റിൻ്റെ ക്വാളിറ്റി നോക്കണം, ക്വാണ്ടിറ്റി നോക്കണം, ക്വാളിറ്റി നോക്കണം. അതുപോലെ ഡെലിവറി ഡേറ്റും അതിൻ്റെ പ്രൊസീജിയറും
പ്രൈസ് കോട്ടും. ഇപ്പോൾ ഈ 3 കാര്യങ്ങൾ സ്റ്റാൻഡർഡൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എവിടെ നടക്കുക? ഇറ്റ് ഈസ് എ സ്റ്റാൻഡർഡൈസ് ഫോം ഓഫ് ദി ഫോർവേഡ് കോൺട്രാക്റ്റ്. ഇറ്റ് ഈസ് ടേക്ക് പ്ലേസ് ഇൻ ദി ഓർഗനൈസ്ഡ് എക്സ്ചേഞ്ച്. ഇതിൽ സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ട്. എന്തൊക്കെയാണ്? ക്വാണ്ടിറ്റി, ക്വാളിറ്റി ആൻഡ് ഡെലിവറി ഡേറ്റ്, പ്രൊസീജിയർ ആൻഡ് പ്രൈസ് കോട്ട്. അപ്പോൾ ഇത്ര കാര്യത്തിലും സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ടുവന്നാലാണ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര ആലോചിക്കേണ്ടുള്ളൂ. ഫോർവേഡിൽ നമ്മൾ എന്തില്ല, ഒരു മധ്യസ്ഥല്ല. അപ്പോൾ ഫ്യൂച്ചറിൽ എന്തുണ്ട്? ഒരു മധ്യസ്ഥനുണ്ട്. നമ്മളെ കൗണ്ടർ പാർട്ടി റിസ്ക്കും അതുപോലെ തന്നെ ബാക്കി എല്ലാ റിസ്ക്കും പിന്നെ കോൺട്രാക്റ്റ് ഒന്ന് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ദെൻ അപ്പോൾ അതിൻ്റെ ഒരു ഫോർമാറ്റ് അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിളാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കുക. അത് എന്നൊരു ട്രേഡർ അയാൾക്ക് എന്ത് ചെയ്യണം? എന്നൊരു ട്രേഡർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതാണ്. എന്നൊരു ട്രേഡറും ബി എന്ന ട്രേഡറും, എയും ബിയും, ഇവർ രണ്ടാളും എന്ത് ചെയ്യുന്നു? ഡയറക്റ്റായിട്ടല്ല മീറ്റ് ചെയ്യുന്നു, പകരം ഒരു എക്സ്ചേഞ്ച് ബോഡി ഉണ്ടാവും. അപ്പോൾ ഈ എക്സ്ചേഞ്ച് ബോഡി എന്തുണ്ടാവുക? കോൺട്രാക്റ്റുകളൊക്കെ സ്റ്റാൻഡേർഡൈസ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ബി എന്നൊരാൾ എന്ത് ചെയ്തു? ഈ വാണ്ട് ടു സെൽ ഹിസ് സെക്യൂരിറ്റി. അയാളുടെ ACCൻ്റെ സെക്യൂരിറ്റീസ് 100 ഉണ്ടായിരുന്നു. അയാൾ 100 രൂപയ്ക്ക് വിൽക്കാണ്ടായിരുന്നു. അയാൾ എന്ത് ചെയ്തു? വിൽക്കാമെന്ന് തയ്യാറാണെന്ന് പറഞ്ഞിട്ട് സെക്യൂരിറ്റി മാർക്കറ്റിലേക്ക് നൽകി. സെക്യൂരിറ്റി മാർക്കറ്റ് എന്ത് ചെയ്തു? ഇതേ ഓഫർ കൊടുക്കുന്ന ആൾ, ഒരാൾ ഉദാഹരണം എന്ന സെക്യൂരിറ്റി വാങ്ങാൻ തയ്യാറായ ആളാണ്. അപ്പോൾ അയാൾ പറഞ്ഞു അയാൾക്ക് എന്ത് 100 സെക്യൂരിറ്റീസ് 100 രൂപയ്ക്ക് ACC സെക്യൂരിറ്റീസ് വാങ്ങാൻ തയ്യാറാണ്. അപ്പോൾ ഇയാളുടെ കോൺട്രാക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സ്ചേഞ്ച് ബോർഡ് എന്ത് ചെയ്യും? എൻ്റെ കോൺട്രാക്റ്റും ബിൻ്റെ കോൺട്രാക്റ്റും എന്ത് ചെയ്യുന്നു? ഒന്ന് യോജിപ്പിച്ച് നൽകുന്നു. സോ 3 മാസം കഴിഞ്ഞ് എന്ത് ചെയ്യണം? അതിനുള്ള പൈസ, ഇപ്പോൾ 100 രൂപയാണ് കോൺട്രാക്റ്റിൻ്റെ വില എന്ന് വെച്ചാൽ 100 രൂപ എന്ത് സെക്യൂരിറ്റിക്ക് കൊടുക്കും. സെക്യൂരിറ്റി മാർക്കറ്റിൻ്റെ ആ എമൗണ്ട് ട്രേഡർക്ക് നൽകും. ബി എന്ന ട്രേഡർക്ക് ആഫ്റ്റർ 3 മന്ത് നൽകും. അപ്പോൾ ഇവിടെ എന്താ ഉള്ളൂ? ഒരു എക്സ്ചേഞ്ച് ബോർഡ് വന്നു എന്നുള്ളൂ. ഇൻ ബിറ്റ്വീൻ ദി കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ദി ട്രാൻസാക്ഷൻസ്. ഈ എക്സ്ചേഞ്ച് ബോർഡാണ് എന്ത് ചെയ്യുക? നമ്മൾ ടോട്ടൽ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ടോട്ടൽ ഫോർവേഡ് ഫ്യൂച്ചർ കോൺട്രാക്റ്റിലെ സ്റ്റാൻഡർഡൈസേഷൻ പ്രൊസീജിയറും അതുപോലെ പേയ്മെൻറ്റിൻ്റെ കാര്യം നോക്കുന്നതും കൗണ്ടർ പാർട്ടി റിസ്ക് ഒഴിവാക്കാനൊക്കെ ശ്രമിക്കുന്നു. ഒരു മധ്യസ്ഥ ഉണ്ടെന്ന് പറയാം. ദെൻ എന്തൊക്കെ ടെർമിനോളജീസാണ് ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ പറയുന്നത്? ഫസ്റ്റത്തെ കേസ് എന്ന് വെച്ചാൽ കോൺട്രാക്റ്റ് സൈസ്. അപ്പോൾ കോൺട്രാക്റ്റ് സൈസ് എന്ന് പറഞ്ഞാൽ ദി എമൗണ്ട് ഓഫ് അസറ്റ് ദാറ്റ് ഹാസ് ബീൻ ഡെലിവേർഡ് അണ്ടർ വൺ കോൺട്രാക്റ്റ്. അപ്പോൾ ഒരു ലോട്ടിൽ എത്ര ഷെയർസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ലോട്ടിൽ എത്രത്തോളം അസറ്റുകൾ ഉണ്ടെന്ന് പറയുന്നതാണ് കോൺട്രാക്റ്റ് സൈസ് എന്ന് പറയുന്നത്. ദെൻ കോൺട്രാക്റ്റ് സൈക്കിൾ എന്ന് പറയും. ദാറ്റ് മീൻസ് പീരിയഡ്, ദ പീരിയഡ് ഫോർ ദി കോൺട്രാക്റ്റ്. അപ്പോൾ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ NSEയിൽ ഒരു വർഷത്തെ ഒരു മന്തിലേക്കുള്ളതാണെങ്കിൽ അതിന് നമ്മൾ നിയർ എന്ന് പറയും. 2 മന്തിലേക്കുള്ള കോൺട്രാക്റ്റ് ആണെങ്കിൽ നമ്മളതിന് നെക്സ്റ്റ് എന്ന് പറയും. 3 മാസത്തേക്കുള്ള കോൺട്രാക്റ്റ് ആണെങ്കിൽ ഫാർ എന്ന് പറയും. ദെൻ എക്സ്പയറി ഡേറ്റ്, യൂഷ്വലി ദ ലാസ്റ്റ് തേഴ്സ്ഡേ ഫോർ എവറി മന്ത് ഓഫ് ഓർ പ്രീവിയസ് ഡേ ഇഫ് ദി തേഴ്സ്ഡേ ഈസ് ദ പബ്ലിക് ഹോളിഡേ. അപ്പോൾ നമ്മൾ ഒരു മാസത്തേക്ക് എടുക്കുകയാണെങ്കിൽ ആ മാസത്തെ ലാസ്റ്റ് തേഴ്സ്ഡേയിൽ എന്ത് ചെയ്യണം? നമ്മളത് എക്സൈസിങ് ഡേറ്റ് ആയിട്ട് കണക്കാക്കും. 2 മാസമാണെങ്കിൽ 2ാമത്തെ മാസത്തെ ലാസ്റ്റ് തേഴ്സ്ഡേയിൽ നമ്മളെന്ത് ചെയ്യും? എക്സൈസിങ് ഡേറ്റ് ആയിട്ട് കണക്കാക്കും. ഈ 3ാമത്തെ മാസമായാലും അതുപോലെ തന്നെ ആ ലാസ്റ്റ് മന്തിൽ അല്ലെങ്കിൽ 3ാമത്തെ മന്തിൽ തേഴ്സ്ഡേ നമ്മൾ എക്സൈസിങ് ഡേറ്റ് ആയിട്ട് കണക്കാക്കും അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് ആയിട്ട് കണക്കാക്കും. ഓക്കെ. ഇനി അതൊരു പബ്ലിക് ഹോളിഡേ ആണെങ്കിൽ അതിന് തൊട്ട് മുന്നത്തെ ദിവസം വ്യാഴാഴ്ച തൊട്ട് മുന്നേ ബുധനാഴ്ച ആയിട്ട് നമ്മൾ കണക്കാക്കും അതിൻ്റെ എക്സ്പയറി ഡേറ്റ്. ദെൻ സ്ട്രൈക്ക് പ്രൈസ് പറഞ്ഞാൽ എഗ്രീഡ് പ്രൈസ് ഓഫ് ദി ഡീൽ. നമ്മൾ എത്ര രൂപയ്ക്കാണ് ആ സ്റ്റോക്ക് വാങ്ങാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഉദാഹരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലെങ്കിൽ കഴിഞ്ഞ സ്ലൈഡ് പറഞ്ഞു ACCൻ്റെ 100 രൂപേൻ്റെ ഷെയർസ്. അപ്പോൾ അത് ആ 100 രൂപയാണ് എന്ത് സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത്. സോ ക്യാരി കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രൈക്ക് പ്രൈസിൻ്റെയും ഇപ്പോഴത്തെ അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞ സ്റ്റോക്ക് മാർക്കറ്റിലെ അത് ആ സ്റ്റോക്കിൻ്റെ വില, ദാറ്റ് മീൻസ് കറണ്ട് പ്രൈസ് ആ സമയത്തെ, അതിന് ഡിഫറൻസാണ് ക്യാരി കോസ്റ്റ് എന്ന് പറയും. ഒരു ഉദാഹരണം 3 മാസം കഴിഞ്ഞപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ സ്ട്രൈക്ക് പ്രൈസ് തരാൻ 100 രൂപയായിരുന്നു. 3 മാസം കഴിഞ്ഞ സ്റ്റോക്കിൻ്റെ വില ഒരു 120 രൂപയാണെങ്കിൽ അപ്പോൾ ആ ഡിഫറൻസ് 20 രൂപയാണ്
ക്യാരി കോസ്റ്റ് ആയിട്ട് കണക്കാക്കുന്നത്. then അടുത്തത് കമ്പാരിസൺ ബിറ്റ്വീൻ ദി ഫോർവേഡ് ആൻഡ് ഫ്യൂച്ചർ. അപ്പോൾ ഫോർവേഡിൻ്റെയും ഫ്യൂച്ചറിന് കമ്പാരിസൺ നോക്കാം. ഇതിൽ ഫോർവേഡിൽ എന്തൊക്കെയുണ്ട്, ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ ട്രേഡഡ് ഓൺ ദി ഓർഗനൈസ്ഡ് എക്സ്ചേഞ്ച് ആരാണ്? ഫ്യൂച്ചർ. നമ്മളൊരിക്കലും ഫോർവേഡ് കോൺട്രാക്റ്റിൽ ഓർഗനൈസ്ഡ് എക്സ്ചേഞ്ചിൽ കൊണ്ടെടുക്കുന്നില്ല. ദെൻ യൂസ് ഓഫ് സ്റ്റാൻഡേർഡൈസ്ഡ് കോൺട്രാക്ട് ടേംസ് ആരാണ്? അതും ഫ്യൂച്ചറാണ്. യൂസ് ഓഫ് അസോസിയേറ്റ് ക്ലിയറൻസ് ഹൗസ് ടു ഗ്യാരണ്ടി ദി കോൺട്രാക്ട് ഫുൾഫിൽമെൻറ്റ്. അപ്പോൾ കോൺട്രാക്ട് നടക്കാൻ വേണ്ടി നമുക്ക് എന്ത് വേണം? എക്സ്ചേഞ്ച് വേണം, അതുപോലെ ക്ലിയറിംഗ് ഹൗസ് വേണം. അപ്പോൾ അത് ആരുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ? അതും ഫ്യൂച്ചറെ കയ്യിൽ തന്നെ ഉള്ളൂ. ദെൻ റിക്കോർഡ് ദി മാർജിനൽ പേയ്മെൻറ്റ് ആൻഡ് ഡെയിലി സെറ്റിൽമെൻറ്റ്. മാർക്ക് ടു മാർക്കൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അതവിടെ മാത്രമേ ഉള്ളൂ, അതും ഫോർവേഡിൽ മാത്രമേ ഉള്ളൂ. ദെൻ മാർക്കറ്റ് ആർ ട്രാൻസ്പെറൻറ്റ്, അതും ആരുടെ ഫ്യൂച്ചർ കോൺട്രാക്റ്റിലാണ്. ദെൻ മാർക്ക് ടു മാർക്കറ്റ് ഡെയിലി, അതായത് ഓരോ ദിവസം ഉണ്ടാകുന്ന ചേഞ്ചസൊക്കെ നമ്മളെ സ്റ്റോക്കിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും എവിടെയാണ്? ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ മാത്രമേ പറ്റുന്നുള്ളൂ. ദെൻ ക്ലോസ് ടു പ്രിവെയർ ടു ഡെലിവർ. നമ്മൾ യൂഷ്വലി ആ കോൺട്രാക്റ്റിൽ ഡെലിവറി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതും ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. ദെൻ പ്രോഫിറ്റ് ഓർ ലോസ് ആർ റിലൈസ്ഡ് ഡെയിലി, അത് ഇവിടെ തന്നെ ഉള്ളൂ, ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഫുള്ള് ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ വരാൻ കാരണം വെച്ചാൽ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്താണ്? സ്റ്റാൻഡേർഡൈസ്ഡ് ഫോം ആയതുകൊണ്ടാണ്. ദെൻ അടുത്തൊരു മെത്തേഡ് അല്ലെങ്കിൽ അടുത്തൊരു മോഡലാണ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ഡെറിവേറ്റീവ്സ് ആണ് ഓപ്ഷൻസ് എന്ന് പറയും. ഇവിടെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും പറയാം ഓപ്ഷൻ മീൻസ് വാട്ട് റൈറ്റ് ആണ് ബട്ട് നോട്ട് ഒബ്ലിഗേഷൻ. ഓപ്ഷൻ മീൻസ് ദി ഹോൾഡർ ഹാസ് ദ റൈറ്റ് ബട്ട് നോട്ട് ഒബ്ലിഗേഷൻ ടു ബൈ ഓർ സെൽ ദി സെക്യൂരിറ്റീസ്. അപ്പോൾ ഒരു അസറ്റ് വാങ്ങാനോ വിൽക്കാനുള്ള അവകാശമുണ്ട്, പക്ഷെ അതൊരു ഒബ്ലിഗേഷനായിട്ട് മാറുന്നില്ല. എ കോൺട്രാക്ട് that gives holder the option to buy or sell specific quantity of underlying asset at a particular price on or before the specified date. അപ്പോൾ നേരത്തെ നമ്മൾ ഒരു ഫോർവേഡ് കോൺട്രാക്റ്റിൽ കണ്ടു, ഒരു ഫാർമർ ഉണ്ടാവും, എ എന്നൊരു ഫാർമറുണ്ട്, ബി എന്നൊരു ബേക്കറീൻ്റെ ആളുണ്ട്. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ അവർ 500 യൂണിറ്റ് വിൽക്കാമെന്ന് പറഞ്ഞു, അതിന് 20,000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. സോ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിലാരാണോ ഓപ്ഷൻ റൈറ്റ്. അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഈ എ എന്നൊരാൾ വിൽക്കാമെന്നുള്ള റേറ്റ് വാങ്ങിയ ഒരാളാണെങ്കിൽ 500 യൂണിറ്റ് വിൽക്കാമെന്നുള്ള റേറ്റ് വാങ്ങിയ ആളാണെങ്കിൽ അയാൾക്ക് തോന്നുകയാണ് ഈ 3 മാസം കഴിഞ്ഞിട്ട് ഈ 500 യൂണിറ്റ് അല്ലെങ്കിൽ 500 കിലോ 20,000 രൂപയ്ക്ക് വിൽക്കുന്ന നഷ്ടമാണ് തോന്നുകയാണെങ്കിൽ ഹി ക്യാൻ ഡിക്ലൈൻ, അതല്ലെങ്കിൽ ഹി ക്യാൻ വിഡ്രോ ഫ്രം ദി കോൺട്രാക്ട്. സോ ഈ കോൺട്രാക്റ്റ് പ്രത്യേകത വെച്ചാൽ ദി ഹോൾഡർ ഹാവ് ദി ഓപ്ഷൻ ടു ബൈ ഓർ സെൽ സ്പെസിഫിക് ക്വാണ്ടിറ്റി ഓഫ് അണ്ടർലൈങ് അസറ്റ്സ്. ഇവിടെ പറയുന്നത് വെച്ചാൽ ഓപ്ഷനാണ്. നമ്മളെ ആരാണോ ഹോൾഡ് ചെയ്യുന്നത് അയാൾക്ക് എന്ത് വെറും ഓപ്ഷനാണ്. ഇറ്റ് ഈസ് ദ വേർഡ് മീൻസ് ഓപ്ഷൻ മീൻസ് ദ ഹോൾഡർ ഹാവ് ദ റൈറ്റ് ബട്ട് നോട്ട് ഒബ്ലിഗേഷൻ ടു ബൈ ഓർ സെൽ ഇറ്റ്സ് സെക്യൂരിറ്റീസ്. ആരാണോ ഓപ്ഷൻ റൈറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് വാങ്ങാനോ വിൽക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശം ഒരിക്കലും എന്താണ് അയാളെ ബാധ്യതയായി മാറുന്നില്ല. അപ്പോൾ ഓപ്ഷൻ്റെ ടൈപ്സുകൾ നോക്കാം. ഓപ്ഷൻ്റെ ടൈപ്സ് എന്ന് പറയാൻ നമുക്ക് മെയിൻലി പറയുന്ന 2 കേസാണ്, കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും. കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് കോൾ ഓപ്ഷൻ ഗീവ് ദി ബയ്യർ the right but not obligation to buy a given quantity of underlying asset at given price on or before the particular date by paying a premium. അപ്പോൾ ഒരു പ്രീമിയം നൽകിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബയ്യർ അയാൾ റൈറ്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയാണ്. അയാളുടെ കമ്മോഡിറ്റി അല്ലെങ്കിൽ അയാളുടെ അണ്ടർലൈങ് അസറ്റ് വാങ്ങാൻ അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങാനുള്ള അണ്ടർലൈങ് അസറ്റ് വാങ്ങാനുള്ള അവകാശം വാങ്ങിയെടുക്കുന്നതിനാണ് കോൾ ഓപ്ഷൻ എന്ന് പറയാം. ഇറ്റ് ഈസ് എ റൈറ്റ് ബട്ട് നോട്ട് ഒബ്ലിഗേഷൻ ടു ബൈ സെർട്ടൈൻ അണ്ടർലൈങ് അസറ്റ്സ്. അത്ര പഠിച്ചാൽ മതി. ദെൻ പുട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുട്ട് ഓപ്ഷൻ ഗീവ്സ് ദി ബൈയർ ദി റൈറ്റ് ബട്ട് നോട്ട് ഒബ്ലിഗേഷൻ ടു സെൽ എ ഗിവൺ ക്വാണ്ടിറ്റി ഓഫ് അണ്ടർലൈങ് അസറ്റ് അറ്റ് ഗിവൺ പ്രൈസ്
on or before the particular date by paying the premium. അപ്പോൾ അവിടെ പ്രീമിയം നൽകി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റൈറ്റ് വാങ്ങിയെടുക്കുകയാണ്. ഇത് ബയ്യർ അല്ലെങ്കിൽ പുട്ട് ഓപ്ഷൻ ഗീവ് ദി ബയ്യർ ദി റൈറ്റ്. ആരാണോ പുട്ട് ഓപ്ഷൻ്റെ റൈറ്റ് വാങ്ങിയെടുക്കുന്നത്, സ്റ്റോക്ക് മാർക്കറ്റ് അയാൾക്കൊരു റൈറ്റ് കിട്ടുകയാണ്. ഹി ക്യാൻ സെൽ ദ സെക്യൂരിറ്റി. ഇറ്റ് ഈസ് എ റൈറ്റ് ബട്ട് നോട്ട് ഒബ്ലിഗേഷൻ ടു സെൽ ദ സെക്യൂരിറ്റി. അയാൾക്ക് വിൽക്കാനുള്ള അവകാശം കിട്ടി, പക്ഷെ വിൽക്കണം എന്നുള്ള നിർബന്ധം ഇല്ല. ഇതിന് അടുത്ത കേസാണ്. അടുത്ത 2 ടൈപ്പ് ടൈപ്സുകളാണ് ഉള്ളത്. അതിലൊന്നാണ് യൂറോപ്യൻ സ്റ്റൈലുണ്ട്, അമേരിക്കൻ സ്റ്റൈലുണ്ട്. യൂറോപ്യൻ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ദ യൂറോപ്യൻ സ്റ്റൈൽ ഓപ്ഷൻ ക്യാൻ ബി എക്സസൈസ് ഓൺലി ഓൺ ദി മെച്യൂരിറ്റി ഡേറ്റ് ഓഫ് ദി ഓപ്ഷൻ. ദാറ്റ് ഈസ് കോൾഡ് എക്സ്പയറി ഡേറ്റ്. അപ്പോൾ എക്സ്പയറി ഡേറ്റിൽ മാത്രമേ ഒരു കോൺട്രാക്റ്റ് എക്സസൈസ് ചെയ്യാൻ പറ്റുള്ളെങ്കിൽ അതിനെ പറയുന്ന പേരാണ് യൂറോപ്യൻ സ്റ്റൈൽ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അമേരിക്കൻ സ്റ്റൈൽ ഓപ്ഷൻസ് ആണ് that can be exercised at any time before the expiry date or on the expiry date. അപ്പോൾ എക്സ്പയറി ഡേറ്റിൻ്റെ അന്നോ അതല്ലെങ്കിൽ അതിൻ്റെ മുന്നെയോ എപ്പോൾ വേണമെങ്കിലും ഒരു കോൺട്രാക്റ്റ് എക്സസൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് അമേരിക്കൻ സ്റ്റൈൽ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഇതല്ലാതെ തന്നെ ഒരു ഓപ്ഷൻ കൂടിയുണ്ട്, അതിൻ്റെ പേരാണ് ബർമുഡ ഓപ്ഷൻസ്. സോ ബർമുഡൻ്റെ പ്രത്യേകത വെച്ചാൽ യൂറോപ്പിൻ്റെയും അമേരിക്കൻ്റെയും ഒരു കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ അതിൽ പറയുന്ന രീതി വെച്ചാൽ നമുക്ക് ആ കോൺട്രാക്റ്റ് ഒരു ബർമുഡ ഓപ്ഷനുള്ള കോൺട്രാക്റ്റ് ആണെങ്കിൽ ഇറ്റ് ക്യാൻ ബി എക്സസൈസ് എയ്തർ ഓൺ ദി എക്സ്പയറി ഡേറ്റ്. നമുക്ക് എന്തെങ്കിലും എക്സ്പയറി ഡേറ്റ് എന്ന് ചെയ്യാം. അതല്ലെങ്കിൽ കോൺട്രാക്റ്റിൽ സ്പെസിഫൈ ചെയ്ത ഓരോ ദിവസങ്ങളുണ്ടാവും. ഒരു ഉദാഹരണം, നമ്മൾ ഒരു 3 മാസത്തെ എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ മാസം ഇന്ന ദിവസം എക്സ്പയർ ചെയ്യാം, രണ്ടാമത്തെ മാസം ഇന്ന ദിവസം എക്സ്പയർ ചെയ്യാം, മൂന്നാമത്തെ മാസം ഇന്ന ദിവസം എക്സ്പയർ ചെയ്യാമെന്ന് പ്രീ ഡിറ്റർമൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റിൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് എക്സ്പയർ ചെയ്യാം അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് ബർമുഡ ഓപ്ഷൻസ് എന്ന് പറയാം. സോ നമുക്ക് ഫസ്റ്റത്തെ ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടെങ്കിൽ അന്ന് ചെയ്യാം, അതല്ലെങ്കിൽ പ്രീ ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്ന എക്സ്പയറി ഡേറ്റുകൾ ഉണ്ടെങ്കിൽ അന്ന് ചെയ്യാം. മീൻസ് ബിഫോർ ദി എക്സ്പയറി ഡേറ്റ്. ദെൻ കോൾ ഓപ്ഷൻ്റെയും പുട്ട് ഓപ്ഷൻ്റെയും എക്സാമ്പിളുകളാണ് തന്നിട്ടിരിക്കുന്നത്. ജസ്റ്റ് നോക്കുക എന്താണ് ഓപ്ഷൻസിൻ്റെ പ്രത്യേകത. അപ്പോൾ ഒരു കോൾ ഓപ്ഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ദി റൈറ്റ് ടു ബൈ 100 റിലയൻസ് ഷെയർസ് അറ്റ് ₹300 പെർ ഷെയർ ദെൻ ആഫ്റ്റർ 3 months. ഓക്കെ അല്ലേ? ഇതിൽ ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത് നമുക്കൊരു ഉദാഹരണം പറയാം, 250 രൂപയാണ് കറണ്ട് പ്രൈസ്. അത് നമ്മൾ 3 മാസം കഴിഞ്ഞിട്ട് 300 രൂപയ്ക്ക് വാങ്ങാമെന്ന് പറഞ്ഞു. സോ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം, 100 ഷെയർസ് 100 × 300, അപ്പോൾ അതിൻ്റെ ടോട്ടൽ വാല്യൂ കിട്ടും. അതിൻ്റെ ഒരു 10% അല്ലെങ്കിൽ 25% നമ്മൾ എന്ത് ചെയ്യണം, പ്രീമിയം നൽകാം. അപ്പോൾ ചെയ്തോ, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. എക്സ്പയറി ഡേറ്റ് 3 മാസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, സപ്പോസ് നമ്മൾ വാങ്ങാനുള്ള റേറ്റാണ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. സോ സപ്പോസ് ആഫ്റ്റർ ദി 3 months ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് സെക്യൂരിറ്റീസ് ഗോസ് ടു 400. ദെൻ ദി ഓപ്ഷൻ എക്സൈസ് വിൽ ബ്രോട്ട്. നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യും, സെക്യൂരിറ്റി വാങ്ങും. അതായത് ഉദാഹരണം, നമ്മൾ 300 രൂപയ്ക്ക് വാങ്ങാമെന്ന് പറഞ്ഞ സെക്യൂരിറ്റീൻ്റെ വില എന്തായിരുന്നു, 3 മാസം കഴിഞ്ഞപ്പോൾ 400 രൂപയായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ സെക്യൂരിറ്റി വാങ്ങും. 300 രൂപ കൊടുത്തിട്ട് എന്ത് ചെയ്യും, 400 രൂപ വിലയുള്ള സെക്യൂരിറ്റീസ് വാങ്ങും. അതാണ് ഓപ്ഷൻ, കോൾ ഓപ്ഷൻ്റെ പ്രത്യേകത. ഇനി ഇവിടെ എന്തുകൊണ്ടാണ് റൈറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. ദെൻ അടുത്ത കേസ്, സപ്പോസ് ആഫ്റ്റർ 3 months സെക്യൂരിറ്റീസിൻ്റെ വില എന്ത് ചെയ്തു, 200 രൂപയായിട്ട് കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ സെക്യൂരിറ്റി എക്സസൈസ് ചെയ്യാൻ പോവും. ഒരു ബൈ ഓപ്ഷൻ കിട്ടിയ ആളാണെങ്കിൽ ഹി വിൽ നോട്ട് ഗോയിങ് ടു ബൈ. കാരണം 200 രൂപയുടെ സെക്യൂരിറ്റി 300 രൂപയ്ക്ക് വാങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ, നമുക്ക് നഷ്ടം വരില്ലേ. സോ ഹി വിൽ നോട്ട് എക്സസൈസ് ദി കോൺട്രാക്ട്. ഇൻസ്റ്റെഡ് ഹി വിൽ ഫേസ് ദ ലോസ് ഓഫ് പ്രീമിയം എമൗണ്ട് പെയ്ഡ്. അതായത് 3 മാസം കഴിഞ്ഞിട്ട് 100 ഷെയർസ് 300 രൂപ കൊടുത്ത് വാങ്ങണമെന്ന് പറഞ്ഞു. ആ സമയത്ത് സെക്യൂരിറ്റീൻ്റെ വില മാർക്കറ്റിൽ എത്രയാണ്, 200 രൂപയാണ്. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, നമ്മൾ 300 രൂപ കൊടുത്തിട്ട് 200 രൂപേൻ്റെ സെക്യൂരിറ്റീസ് വാങ്ങില്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ റൈറ്റ് ഉപയോഗിക്കും.
കോൾ ഓപ്ഷൻ റൈറ്റ് എന്താണ്? ഇറ്റ് ഈസ് ദ റൈറ്റ് ബട്ട് നോട്ട് ഒബ്ലിഗേഷൻ ടു ബൈ ഓർ സെൽ ഓർ സെക്യൂരിറ്റീസ് ആണ്. അപ്പോൾ വി ഡോണ്ട് നീഡ് ടു ടേക്ക് ദ ഒബ്ലിഗേഷൻ ടു ബൈ ദ സെക്യൂരിറ്റീസ് എന്ന കോൺസെപ്റ്റാണ് ഇവിടെ വരുന്നത്. ദെൻ പുട്ട് ഓപ്ഷൻ്റെ ഒരു എക്സാമ്പിളാണ് ഇനി പറയാൻ പോകുന്നത്. പുട്ട് ഓപ്ഷൻ മീൻസ് വി ബൈ ദ റൈറ്റ് ടു സെല്ല്. ഇപ്പോൾ വിൽക്കാനുള്ള അവകാശം വാങ്ങിയതാണ് പുട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത്. സോ ഒരു ഉദാഹരണമാണ്, നമ്മൾ 100 ഷെയർസ് റിലയൻസിൻ്റെ വിൽക്കാമെന്ന് തയ്യാറായി. വിൽക്കാം എന്നുള്ള ഒരു ഓപ്ഷൻസ് വെച്ചു. ദെൻ അതിന് 300 രൂപ നമ്മൾ പ്രൈസ് ഇട്ടത്. 3 മാസം കഴിഞ്ഞപ്പോൾ ഓക്കെ ആ സ്റ്റോക്കിൻ്റെ ഷെയർസിൻ്റെ വില എന്ന് പറയുന്നത് 200 രൂപയായിട്ട് കുറഞ്ഞു. ദാറ്റ് മീൻസ് നമ്മൾ 3 മാസം കഴിഞ്ഞിട്ട് 300 രൂപയ്ക്ക് വിൽക്കാമെന്ന് ഒരു കോൺട്രാക്റ്റാണ് ഏർപ്പെട്ടത്. അത് ഏതൊരാൾ വാങ്ങിയിട്ടുണ്ട് ആ കോൺട്രാക്റ്റ്. അങ്ങനെയാണെങ്കിൽ 200 രൂപ വിലയുള്ള റിലയൻസിൻ്റെ ഷെയർസ് അയാൾ നമ്മളേക്ക് എത്ര രൂപയ്ക്ക് വാങ്ങണം? 300 രൂപയ്ക്ക് വാങ്ങണം. ഒരു നെറ്റ് ഗെയിൻ ആലോചിച്ചാൽ മതി. 100 ഷെയർസ് 300 രൂപ എത്ര രൂപയ്ക്ക് വിൽക്കുന്നു? 30,000 രൂപയ്ക്ക് വിൽക്കുന്നു. അതിൻ്റെ ഇപ്പോഴത്തെ വില എത്രയാണ് വരുന്നത്? 20,000. ബാക്കി ഡിഫറൻസ് 10,000. നമ്മുടെ ഒരു മാർജിനൽ എമൗണ്ട് എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? 25 പൈസ പെർ ഷെയർസ് എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മളൊരു 25,000 രൂപ എന്ത് ചെയ്തു? 2,500 രൂപ നമ്മൾ മാർജിനൽ എമൗണ്ടായിട്ട് കൊടുത്തു. ദെൻ ബാക്കി 7,500 രൂപ നമുക്ക് എന്താണ്? ലാഭമാണ്. കാരണം 200 രൂപേൻ്റെ ഷെയർസ് നമ്മൾ 300 രൂപയ്ക്ക് വിറ്റു. ഇതല്ലാതെ വേറെ സമയത്തും കോൺട്രവേഴ്സി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഒരു ഉദാഹരണമാണ്, സപ്പോസ് ആ ഷെയറിൻ്റെ വില 300 രൂപ അല്ലെങ്കിൽ 300ൻ്റെ മേലെ കൂടി പോവുകയാണ്. നമ്മൾ 300 രൂപയ്ക്ക് വിൽക്കാമെന്ന് ഉദ്ദേശിച്ചു. എന്തുകൊണ്ടാണ് 300 രൂപയ്ക്ക് വിൽക്കാമെന്ന് ഉദ്ദേശിക്കുന്നത്? അത് സ്റ്റോക്കിൻ്റെ പ്രൈസ് കുറയും വെച്ചിട്ടാണ് നമ്മൾ 300 രൂപയ്ക്കുള്ള പുട്ട് ഓപ്ഷൻ വെക്കുന്നത്. അപ്പോൾ പുട്ട് ഓപ്ഷൻ വെച്ചപ്പോൾ എന്ത് പറയുന്നത്? സ്റ്റോക്കിൻ്റെ വില 300 രൂപയിൽ നിന്ന് മാറ്റം ഉണ്ടായില്ല. അങ്ങനെ മാറ്റം ഉണ്ടായില്ലെങ്കിൽ അല്ലെങ്കിൽ മാറ്റം ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മൾ ആ കോൺട്രാക്റ്റ് എക്സൈസ് നമുക്ക് എന്താണ്? നഷ്ടമാണ്. അപ്പോൾ അത് നമ്മൾ എക്സൈസ് ചെയ്തതിന് പകരം നമ്മൾ എന്ത് ചെയ്തു? കോൺട്രാക്റ്റ് പ്രീമിയം എമൗണ്ട് നഷ്ടമായി കണക്കാക്കുക നല്ലത്. ഇപ്പോൾ 300 രൂപേൻ്റെ മേലെ കൂടി പോവുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഉദാഹരണം, 3 മാസം കഴിഞ്ഞ് 400 രൂപയാണ് റിലയൻസിൻ്റെ ഷെയർസ്. അപ്പോൾ 400 രൂപേൻ്റെ ഷെയർ നമ്മൾ 300 രൂപയ്ക്ക് നൽകുന്നത് നമുക്ക് നഷ്ടമല്ലേ? അതാണ് ഇവിടുത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഫീച്ചേഴ്സ് ഓഫ് ഓപ്ഷൻസ്. ഫീച്ചേഴ്സിൽ ഫസ്റ്റ് ഓപ്ഷനാണ് ദർ ഷുഡ് ബി എ ഫിക്സഡ് മെച്യൂരിറ്റി. അപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് ഓപ്ഷൻസ് നോക്കാം. എ ഫിക്സഡ് മെച്യൂരിറ്റി ഡേറ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാ ഫീച്ചേഴ്സ് കോൺട്രാക്റ്റ് എന്താണ്? ദർ ഷുഡ് ബി എ ഫിക്സഡ് മെച്യൂരിറ്റി ഡേറ്റ്. അതിന് പറഞ്ഞ പേരാണ് എക്സ്പയറി ഡേറ്റ് എന്ന് പറയും. ദെൻ പ്രൈസ് അറ്റ് വിച്ച് ദ ഓപ്ഷൻ ഈസ് എക്സൈസ് ഈസ് കോൾഡ് എക്സൈസിങ് പ്രൈസ്. അപ്പോൾ നമ്മൾ ഏത് പ്രൈസിനാണ് നമ്മൾ ആ കോൺട്രാക്റ്റ് എക്സൈസ് ചെയ്യുന്നത്, ആ പൈസക്ക് പറഞ്ഞ പേരാണ് എക്സൈസിങ് പ്രൈസ് അല്ലെങ്കിൽ സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയും. എ പേഴ്സൺ ഹു റൈറ്റ് ദി ഓപ്ഷൻ ആൻഡ് ഈസ് ദ സെല്ലർ ഈസ് റെഫേർഡ് ആസ് ദി ഓപ്ഷൻ റൈറ്റ്. ആരാണോ ഒരു ഓപ്ഷൻ കോൺട്രാക്റ്റ് റൈറ്റ് ചെയ്യുന്നത് അയാളത് വിൽക്കുകയാണെങ്കിൽ അതിന് പറഞ്ഞ പേരാണ് ഓപ്ഷൻ റൈറ്റർ എന്ന് പറയും. അതുപോലെ തന്നെ എ പേഴ്സൺ ഹു ഹോൾഡ് ദി ഓപ്ഷൻ ആൻഡ് ഹീ ഈസ് ദ ബയർ ഈസ് കോൾഡ് ഓപ്ഷൻ ഹോൾഡർ. ആരാണ് ഒരു ഓപ്ഷൻ ഹോൾഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബൈ ചെയ്യുന്നത് അതിനെ പറഞ്ഞ പേരാണ് ഓപ്ഷൻ ഹോൾഡർ എന്ന് പറയും. ദ പ്രീമിയം ഈസ് ദ പ്രൈസ് പെയ്ഡ് ഫോർ ദി ഓപ്ഷൻ ബൈ ദി ബയ്യർ ടു ദി സെല്ലർ. അപ്പോൾ ഒരു ബയ്യർ സെല്ലർക്ക് നൽകുന്ന പ്രീമിയം അല്ലെങ്കിൽ കൊടുക്കുന്ന പണത്തെ പറഞ്ഞ പേരാണ് പ്രീമിയം. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു കോൺട്രാക്റ്റ് വാങ്ങുന്നത്, ഏറ്റെടുക്കുന്നത് പറയും. ദെൻ ക്ലിയറിംഗ് ഹൗസ് ഈസ് ദി ഇൻ്റർപോസ്റ്റ് ബിറ്റ്വീൻ ദി റൈറ്റർ ആൻഡ് ബയ്യർ വിച്ച് ഈസ് ഗ്യാരണ്ടി ടു പെർഫോം ദി കോൺട്രാക്റ്റ്. അപ്പോൾ ഒരു ക്ലിയറിംഗ് ഹൗസാണ് ശരിക്കും പറഞ്ഞാൽ റൈറ്ററെ കയ്യിൽ നിന്നും അതുപോലെ ബയ്യറെ കയ്യിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പ്രീമിയം എമൗണ്ട്, അതിന് പിന്നെ മാർജിനൽ എമൗണ്ട് വാങ്ങും. ആ മാർജിനൽ എമൗണ്ട് വാങ്ങുക എന്തിനാണ്? ഇവരെ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ അടുത്തൊരു മെത്തേഡാണ്, ടൈപ്സാണ് സ്വാപ്പ് എന്ന് പറയും. സ്വാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ടു കൗണ്ടർ പാർട്ടീസ് agreed into a contractual agreement where they agreed to exchange the cash flow at periodical interval. അപ്പോൾ 2 ആൾക്കാർ ഒരു കോൺട്രാക്റ്റിൽ എഗ്രിമെൻറ്റിലേക്ക് ഏർപ്പെടുകയാണ്.
അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്ന ക്യാഷ് ഇൻഫ്ലോസ് അല്ലെങ്കിൽ ക്യാഷ് ഔട്ട്ഫ്ലോസൊക്കെ അവർ ഷെയർ ചെയ്യാതെ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാം. ഒരാൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നു, മറ്റൊരാൾ ഇയാൾക്ക് നൽകുന്നതാണ് സ്വാപ്പ് എന്ന് പറയുന്നത്. മോസ്റ്റ് സ്വാപ്പ് ആർ ട്രേഡഡ് ഓവർ ദി കൗണ്ടർ. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്വാപ്പ് നടക്കുന്ന എവിടെയാണ്? ഓവർ ദി കൗണ്ടറിൽ കൂടെയാണ്. ഒരു കാര്യം പറയാനുള്ളത്, ഓവർ ദി കൗണ്ടർ നമ്മൾ ഇന്ത്യയിൽ നിരോധിച്ചിട്ടുണ്ട്. 2015 OTC മാർക്കറ്റ് നമ്മളെ ഇന്ത്യയിൽ ബാൻ ചെയ്തത്. നമ്മളെ സ്വാപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടൈപ്സാണ്. ഫസ്റ്റത്തേണ് ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പ് എന്ന് പറയും, രണ്ടാമത് കറൻസി സ്വാപ്പ്. ഈ ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പിന് ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? പ്ലെയിൻ വാനില എന്ന് പറയും. പ്ലെയിൻ വാനില മീൻസ് വി ആർ എക്സ്ചേഞ്ചിങ് അവർ ഇൻട്രസ്റ്റ്. നമ്മളെ ഇൻട്രസ്റ്റ് 2 രീതിയിലുണ്ട്, ഫിക്സഡ് ഇൻട്രസ്റ്റ് ഉണ്ട്, അതുപോലെ ഫ്ലോട്ടിംഗ് ഉണ്ട്. അപ്പോൾ ഫിക്സഡ് ഫോർ ഫ്ലോട്ടിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സ്വാപ്പ് ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പ്ലെയിൻ വാനില എന്ന് പറയുന്നത്. ദെൻ എന്താണ് ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പ് എന്ന് പറഞ്ഞാൽ? എ കമ്പനി എഗ്രി ടു പേ പ്രീ ഡിറ്റർമൈൻഡ് ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ ദി നോഷൻ പ്രിൻസിപ്പിൾ ഫോർ ദി ഫിക്സഡ് നമ്പർ ഓഫ് ഇയർ. അപ്പോൾ ഒരു കമ്പനി മറ്റൊരു കമ്പനിക്ക് ഒരു എഗ്രി ചെയ്യുകയാണ്, ഒരു ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റുള്ള നോഷണൽ പ്രിൻസിപ്പിൾസ് ഒരു ഫിക്സഡ് നമ്പർ ഇയേഴ്സിന് നിങ്ങൾക്ക് തരാം. ഇൻ റിട്ടേൺസ് അവർക്ക് എന്താ വേണ്ടത്? ടു റിസീവ് ദി ഇൻട്രസ്റ്റ് റേറ്റ് അറ്റ് ഫ്ലോട്ടിംഗ് റേറ്റ് ഓൺ ദി സെയിം നോഷൻ പ്രിൻസിപ്പിൾ ഫോർ ദി സെയിം പീരിയഡ്. അതായത് ഒരു കമ്പനിക്ക് വേണ്ട ഇൻട്രസ്റ്റ് റേറ്റ് എന്താണ്? ഫിക്സഡ് ആണ്. മറ്റൊരു കമ്പനിക്ക് വേണ്ടത് ഫ്ലോട്ടിംഗ് ആണ്. അപ്പോൾ ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഏറ്റെടുത്ത കമ്പനി എന്ത് ചെയ്യും? അവരെ ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഫ്ലോട്ടിംഗ് ഏറ്റെടുത്ത ആൾക്ക് നൽകിയിട്ട് ഫ്ലോട്ടിംഗ് ഏറ്റെടുത്ത ആൾ ഫിക്സഡ് എന്ത് ചെയ്യാണ്? ഏറ്റെടുക്കുകയാണ്. സോ ദി പ്രിൻസിപ്പിൾ ഈസ് നോട്ട് എക്സ്ചേഞ്ച്ഡ്, ഹെൻസ് ദി നോഷൻ എമൗണ്ട് ഈസ് എക്സ്ചേഞ്ച്ഡ്. അപ്പോൾ അവിടെ ഒരിക്കലും പ്രിൻസിപ്പൽ എമൗണ്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല, ജസ്റ്റ് നോഷൻ ഡിഫറൻസ് മാത്രം എന്തെങ്കിലും കാര്യമായിട്ട്, അതുപോലെ എങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് എമൗണ്ടുകൾ മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ? എക്സ്ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ദെൻ അപ്പോൾ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ ഫോട്ടോ. നിങ്ങൾ ജസ്റ്റ് നോക്കുക. അപ്പോൾ ഇതിൽ 2 കമ്പനികളാണ് ഉള്ളത്. നമുക്ക് പറയാം എ എന്നൊരു കമ്പനിയുണ്ട്, ബി എന്ന കമ്പനിയുണ്ട്. അപ്പോൾ ഇതിൽ എ എന്ന കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അവർക്ക് ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് 7% കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വേരിയബിൾ ഇൻട്രസ്റ്റ് റേറ്റ് ലിബ്രോ എന്നാൽ ലണ്ടൻ ഇൻ്റർ ബാങ്ക് ബോറോയിങ് റേറ്റ് ആണ്. മറ്റു ബി എന്നൊരു കമ്പനിക്ക് ഫിക്സഡ് ആയിട്ട് 10% ഇൻട്രസ്റ്റ് റേറ്റ് നൽകണം ഒരു ബാങ്കിൽ നിന്ന് കടമെടുക്കുമ്പോൾ. അവർ വേരിയബിൾ എടുക്കുകയാണെങ്കിൽ തന്നെ അപ്പോഴും ലിബ്രോ +1, അതായത് ലിബ്രോ റേറ്റിനെക്കാട്ടിയും 1% കൂടുതൽ ഏറ്റെടുക്കേണ്ടി വരും, പൈസ നൽകേണ്ടി വരും. അപ്പോൾ ഏത് കമ്പനിക്ക് എന്തുണ്ട്? ഇവിടെ ക്രെഡിറ്റ് സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ക്രെഡിറ്റ് റേറ്റ് വർദ്ധിച്ചതുകൊണ്ട് തന്നെ അവർക്ക് കുറഞ്ഞ റേറ്റിന്, കുറഞ്ഞ ഇൻട്രസ്റ്റിന് എന്ത് ചെയ്യാൻ പറ്റും? കടമെടുക്കാൻ സാധിക്കും, ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് കടമെടുക്കാൻ സാധിക്കും. അപ്പോൾ 2 കമ്പനികൾക്ക് നോഷണൽ എമൗണ്ട് ആയിട്ട് എന്ത് വേണം? 5 മില്യൺ പൗണ്ട് വേണം. അപ്പോൾ ഏത് കമ്പനി എന്ത് ചെയ്തു? ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് വെച്ച് നോക്കിയപ്പോൾ അവർക്ക് കുറച്ചും കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഉള്ളത് കൊണ്ട് തന്നെ അവർ ബാങ്ക് എൻ്റെ കയ്യിൽ നിന്ന് ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് 7% എടുത്തു, വാങ്ങി. ഓക്കെ അല്ലേ? ഇതിൽ ഫിക്സഡ് റേറ്റ് എടുത്തു. അതേസമയം ബി എന്ന കമ്പനിക്ക് എന്താണ്? ഒരു കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് വളരെ കുറവായതുകൊണ്ട് തന്നെ അവർ ലിബ്രോ +1 എന്ത് കമ്പയർ ടു വെച്ച് ഇവർക്ക് 7 ഉണ്ട്, ഫിക്സഡിന് 7 ഉള്ളൂ, ഇവർക്ക് 10 ആണ്. 10 മീൻസ് ഹയസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ആയതുകൊണ്ട് തന്നെ ഹയസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ഒഴിവാക്കിയിട്ട് അവർ ലിബ്രോ +1 എന്നുള്ള രീതിയിലുള്ള ഒരു ഇൻട്രസ്റ്റ് എമൗണ്ടിന് ലോണ് എടുത്തു. ഈ എടുത്ത ലോൺ എങ്ങനെ ചെയ്യുന്നു? എ എന്ന കമ്പനിക്ക് എന്ത് വേണം? അവർക്ക് വേരിയബിൾ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് വേണം. ബി എന്ന കമ്പനിക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് വേണം. അപ്പോൾ എ എന്ന കമ്പനി എന്ത് ചെയ്തു? സ്വൈപ്പ് ബാങ്കിലേക്ക് അവരെ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുത്തു, 8% രീതിയിൽ നൽകി, അല്ലെങ്കിൽ അവരെ ഇൻട്രസ്റ്റ് റേറ്റ് നൽകി, സ്വാപ്പ് ബാങ്കിന് നൽകി. അപ്പോൾ സ്വാപ്പ് ബാങ്ക് ചെയ്തു ആ ഇൻട്രസ്റ്റ് റേറ്റ് ബി എന്ന കമ്പനിക്ക് എന്ത് ചെയ്തു? നൽകി. എന്നിട്ട് അവരെ ഇൻട്രസ്റ്റ് റേറ്റ് ആയ ലിബ്രോ നമ്മുടെ എ എന്ന കമ്പനിക്ക് നൽകി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്താ വെച്ചാൽ നമ്മൾ ഈ കമ്പനിക്ക് ബി എന്ന കമ്പനിക്ക് ലോൺ കിട്ടണമെങ്കിൽ 10% ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കണം, ഫിക്സഡ് ആണെങ്കിൽ. അതേസമയം എ എന്ന കമ്പനിക്ക് ഒരു 7 കൊടുത്താൽ മതി. അപ്പോൾ ഈ സ്വാപ്പ് ബാങ്ക് എന്ത് ചെയ്തു? എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ബിക്ക് കുറച്ച് കൂടുതൽ എമൗണ്ടിന് 9%-നോ 9.50%-നോ ഒക്കെ നൽകിയിട്ട് ബിക്ക് എന്ത് ചെയ്തു? ബിനോട് പറഞ്ഞു അവരോട്
8.5% സ്വാപ്പ് ബാങ്കിന് നൽകാൻ പറഞ്ഞു. ഈ സ്വാപ്പ് ബാങ്ക് എന്ത് ചെയ്യും, ആ ഇൻട്രസ്റ്റ് റേറ്റ് 8.5% ഇൻട്രസ്റ്റ് റേറ്റ് റിസീവ് ചെയ്ത് ആ എമൗണ്ട് എന്ന കമ്പനിക്ക് എന്ത് ചെയ്യും, 8%. ദാറ്റ് മീൻസ് ഇവരിവിടെ എത്ര അടക്കണം, 8% അടക്കുന്ന സമയത്ത് അവർക്ക് 7% അടക്കുന്ന സമയത്ത് അവർക്ക് 8% എന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യും. സോ ദി വിൽ ഗെറ്റ് 1% ഗെയിൻ ഓവർ ദി ഇൻട്രസ്റ്റ്. ഇവിടെ സ്വൈപ്പ് ബാങ്ക് എന്ത് കിട്ടുന്നുണ്ട്, ഒരു 0.5% പ്രോഫിറ്റ് നമ്മളെ സ്വൈപ്പ് ബാങ്കിന് കിട്ടുന്നുണ്ട്. അതുപോലെ 10% ഫിക്സഡ് ടാക്സ് അല്ലെങ്കിൽ ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് അടക്കുന്ന ബി എന്ന കമ്പനിക്ക് ദേ ഹാവ് ടു പെയ്ഡ് വെരി ലെസ് എമൗണ്ട് കമ്പാരിറ്റീവ്ലി. വെരി ലെസ് എമൗണ്ട് അല്ല, ഒരു 0.5% ഒക്കെ ഒരു കുറവ് ചാൻസ് ഉണ്ട്. ഇതിനർത്ഥമാണ് കറൻസി സ്വാപ്പ് എന്ന കോൺസെപ്റ്റ്. കറൻസി സ്വാപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്വാപ്പ് ദാറ്റ് ഇൻക്ലൂഡ് ദി എക്സ്ചേഞ്ച് ഓഫ് പ്രിൻസിപ്പൽ ആൻഡ് ഇൻട്രസ്റ്റ് ഇൻ വൺ കറൻസി ഫോർ ദി സെയിം ഇൻ അനദർ കറൻസി. ഇപ്പോൾ ഒരാൾ ഡോളർ വാങ്ങുന്നു, മറ്റൊരാൾ എന്ത് ചെയ്യുന്നു, ഒരു പൗണ്ട് നൽകുന്നു, ആ റേഞ്ചിലാണ്. സോ ഇറ്റ് കൺസിഡേർഡ് ടു ബി ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻസ്. ഇറ്റ് ഈസ് നോട്ട് റിക്വയർഡ് ബൈ ദി എനി ലോ ടു ബി ഷോ ഇൻ ദി ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ട ഒരു ആവശ്യമില്ല. Then the principal may be exchanged either at the beginning or the end of the tenors. അപ്പോൾ കാലാവധി കഴിയുന്നതിൻ്റെ മുന്നെയോ അതല്ലെങ്കിൽ അതിൻ്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ അവസാനം എന്ത് ചെയ്യാൻ മതി, പ്രിൻസിപ്പൽ എമൗണ്ട് എക്സ്ചേഞ്ച് ചെയ്താൽ മതി. സോ ഇഫ് ദി എക്സ്ചേഞ്ച് അറ്റ് ദി എൻഡ് ഓഫ് ദി ലൈഫ് ഓഫ് ദി സ്വാപ്പ് ഇത് പ്രിൻസിപ്പൽ വാല്യൂ മേ ബി ഡിഫറെൻറ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് 60 മില്യൺ നൽകാമെന്ന് പറഞ്ഞു $. നമ്മൾ 3 മാസം കഴിഞ്ഞിട്ടാണ് ആ സാധനം കൊടുക്കുന്നത്, ആ പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ 60 മില്യൺ $ൻ്റെ മൂല്യം ചെയ്യുന്നുണ്ടാവും, മാറ്റം ഉണ്ടാവും. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് വിൽ ബി ഫ്ലക്ച്വേറ്റഡ്. ഇൻട്രസ്റ്റ് റേറ്റിന് സംഭവമുണ്ട്, അത് ഫ്ലക്ച്വേറ്റ് ചെയ്യും. സോ ഒരു ഉദാഹരണമാണ്, ഡയറക്റ്റ് കറൻസി സ്വാപ്പിൻ്റെ ഒരു ഉദാഹരണമാണ്. എന്നൊരു കമ്പനി, ഒരു അമേരിക്കൻ കമ്പനിയാണ്, ദേ വാണ്ട് ടു ബോറോ ദി 40,000 പൗണ്ട് ഫോർ 3 years. അതുപോലെ തന്നെ ബി എന്നൊരു ഫ്രഞ്ച് കമ്പനി, അവർക്ക് എന്ത് ചെയ്യണം, 60,000 ഡോളർ വാങ്ങണം. ഈ ഡോളർ അധികാരം അമേരിക്കയുടെ കയ്യിലാണ്. അപ്പോൾ എ എന്ന കമ്പനിക്ക് എന്തുണ്ട്, ഡോളർ വാങ്ങാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ടാവും. ബി എന്ന കമ്പനിക്ക് എന്തുണ്ടാവും, പൗണ്ട് വാങ്ങാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ടാവും. ഈ സമയത്ത് എക്സ്ചേഞ്ച് റേറ്റ് സംഭവമുണ്ട്. എന്ന് വെച്ചാൽ ഒരു ഡോളർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പൗണ്ട് ഈസ് ഈക്വൽ ടു 1.50 $. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ €1 കിട്ടണമെങ്കിൽ നമ്മൾ $1.50 നൽകണം. ഓക്കെ, ദെൻ ആ കറൻസി സ്വാപ്പിൻ്റെ എക്സാമ്പിൾ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നോക്കുക, എ എന്ന കമ്പനിക്ക് ഒരു അമേരിക്കൻ കമ്പനിയാണ് എ. അപ്പോൾ ആ അമേരിക്കൻ കമ്പനിക്ക് എന്തുണ്ട്, ഒരു കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജസ് ഉണ്ട്, അവർക്ക് ഡോളർ കുറഞ്ഞ റേറ്റിന് കിട്ടാൻ. അതുപോലെ തന്നെ ബി ഒരു കമ്പനി എന്താണ്, യൂറോപ്യൻ കമ്പനിയാണ്, അവർക്ക് യൂറോ കിട്ടാൻ വളരെ കുറഞ്ഞ റേറ്റിന് കിട്ടാനും കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ എ എന്ന കമ്പനിക്ക് വേണ്ടത് യൂറോ ആണ്, ബി എന്ന കമ്പനിക്ക് വേണ്ടത് ഡോളറാണ്. അപ്പോൾ എ എന്ന കമ്പനി എന്ത് ചെയ്യും, അവരുടെ രാജ്യത്ത് നിന്ന് വെച്ചിട്ട് അവർ $, കടമെടുക്കും. $60,000 കടമെടുക്കും. അത് കടമെടുത്തതിന് ശേഷം ആ കിട്ടിയ എമൗണ്ട് എന്ത് ചെയ്യുന്നു, ബി എന്ന കമ്പനിക്ക് എന്ത് ചെയ്യും, നൽകുന്നു. അപ്പോൾ ആ ബി എന്ന കമ്പനി എന്ത് ചെയ്യുന്നു, 5% $, അല്ലെങ്കിൽ യൂറോ കറൻസി എത്തിയത് ബി എന്ന ബാങ്കിൽ നിന്ന് കടമെടുത്തിന് €40,000 കടമെടുത്തു. ആ കിട്ടിയ എമൗണ്ട് എന്ത് ചെയ്തു, എ എന്ന കമ്പനിക്ക് നൽകി. സോ എ എന്ന കമ്പനിയുടെ എടുത്ത ലോണായ $60,000 വിത്ത് 7% ബി എന്ന കമ്പനി പേയ്മെൻറ്റ് ചെയ്യും. ബിൻ്റെ കമ്പനീൻ്റെ €40,000 5% ഇൻട്രസ്റ്റ് റേറ്റ് ആര് അടക്കും, നമ്മൾ എ എന്ന കമ്പനി അടക്കും. അപ്പോൾ ഇതാണ് കറൻസി സ്വാപ്പിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ.